പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ ഏറെ നാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്താറേയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മണിപ്പൂരിൽ ഐക്യ ജനതാദൾ BJPക്ക് പിന്തുണ പിൻവലിച്ചത്. BJPയുടെ നേതൃത്വം പൂർണ്ണമായും പരാജയപ്പെടുന്നിടത്താണ് നിതിൻ ഗഡ്കരി ഏറെ പ്രാധാന്യത്തോടുകൂടി ചർച്ചകൾ ഏകോപിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഗഡ്കരിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ തോതിൽ ഉയർന്നു വരികയാണ്. നരേന്ദ്രമോദിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതും ഗഡ്കരിക്ക് ആ സ്ഥാനം നൽകേണ്ടതിന്റെയും ആവശ്യകത ഉയർന്നു വരുന്നു. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയാണ്. നേരത്തെ ഗഡ്കരി BJPയുടെ ദേശീയ അധ്യക്ഷനായ വ്യക്തി കൂടിയാണ്. ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി 2014 അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യയിൽ BJPക്ക് എടുത്തു പറയാൻ വർഗീയത മാത്രമാണ് അവരുടെ കൈമുതലായി ഉള്ളതെങ്കിൽ വികസനത്തിന്റെ പേരിൽ അല്പമെങ്കിലും അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത് ഗതാഗത വകുപ്പിലെ സമ്പൂർണമായ ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ നിരവധിയായിട്ടുള്ള മേഖലകളിൽ അതിനകത്ത് ഏത് സർക്കാർ ഏത് സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്നതിന്റെ വേർതിരിവൊന്നും ഗഡ്കരി നോക്കാറില്ല എന്നത് BJPയെ പോലും അസ്വസ്ഥമാക്കുന്നുണ്ട്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് മാത്രമാണ് വിഹിതം കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രിയും മറ്റു വകുപ്പുകളുമൊക്കെ സഹായമായി നൽകുന്നതെങ്കിൽ ഗഡ്കരി അങ്ങനെയല്ല ചെയ്യുന്നത് എന്നത് മറ്റ് പാർട്ടികളിലെ, അതായത് BJP ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സാമാന്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ ഗഡ്കരി തന്നെയാണ് ഏറ്റവും ഉചിതമായുള്ള ഒരു ഓപ്ഷൻ എന്നത് തൃണമൂൽ കോൺഗ്രസും സഖ്യകക്ഷികളും ഉറപ്പിച്ചു പറയുന്ന സാഹചര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ BJP കേന്ദ്രത്തിൽ നിന്നും താഴെ ഇറങ്ങേണ്ടതിന്റെ സാഹചര്യം അടുത്തു വരുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദി വളരെ ഇമ്മീഡിയറ്റായി ഏറ്റവും പെട്ടെന്ന് തന്നെ ആ സ്ഥാനത്ത് നിന്നും മാറേണ്ടത് അനിവാര്യമായി ഉയർന്നിരിക്കുന്നു എന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യമാണ്. അവിടെയാണ് ഗഡ്കരി പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത കൂടി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിച്ച് മുന്നേറുന്നതും.